ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ആമീസ് വ്ലോഗ്. അപ്പോൾ നമുക്കിന്നൊരു പോണി ബൺ ട്രൈ ചെയ്താലോ. ഞാൻ ഇന്ന് ഇതുപോലെ ബൺ ചെയ്ത് കെട്ടുമ്പോൾ ഇങ്ങനെ മുടി താഴേക്ക് ഊർന്നു പോകും. മീൻസ് ഒരു ടൈറ്റാണെങ്കിൽ ഞാനൊന്ന് ആലോചിച്ചിട്ട് ഒരു പോണി ബൺ എന്ന് കെട്ടാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ അതിനായിട്ട് അത് പോണിറ്റെയിൽ സാധാരണ നോർമലായിട്ട് പോണിറ്റെയിൽ കെട്ടുന്ന പോലെ ഇതുപോലെ ബൺ ചെയ്തിട്ട് ഒരു ബൺ വെച്ചിട്ട് ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് കെട്ടാം. ഓക്കെ, എൻ്റെ മുടി ഇത്തിരി എന്താ പറയുക, ഒരു ഓയിലി അല്ലാത്ത പോലത്തെ ഒരു മുടി, ഒരു ചറവറ മുടിയാണ്. അത് കാരണം കിട്ടുമ്പോൾ ഭയങ്കരമായിട്ട് ഇതാവൊക്കെ ഉണ്ടാവും നിൽക്കുന്ന മുടി. അതിനുശേഷം നമ്മൾ ആ കെട്ടിയ ഭാഗം ഇല്ലേ, അതിൻ്റെ ടെയിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയും, ഫ്രണ്ടിലേക്ക് ഇടണം. അതിൻ്റെ മുന്നേ ഇതുപോലൊരു ഒരു ക്ലിപ്പ് നമ്മൾ ആ ബണ്ണിനും ഹെയറിലായിട്ട് ഇങ്ങനെ ചെയ്തിട്ട് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ഇടാം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അത് അതുപോലെ ഇതിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എത്താത്ത മുടിയായിപ്പോയി. പിന്നെ ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ആ ഹെയർ ക്ലിപ്പ് ഇട്ട ഭാഗത്ത് ഇങ്ങനെ മുടി കൂട്ടി പിടിച്ചിട്ട് നമ്മൾ സാധാരണ കെട്ടില്ലേ അതുപോലെ. എന്നിട്ട് നമ്മൾ മുടി 2 പാർട്ടീഷനായിട്ട് ഇങ്ങനെ എടുക്കുക. എൻ്റെ മുടി അവിടെ ഇവിടെയും എന്താ പറയുക, ഇങ്ങനെ എന്തോ പറയില്ലോ, താഴെ കോള് പോലെയൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോഴും ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ എന്താ പറയുക, കണ്ടോ, ഇങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ പൊന്തി നിൽക്കും. നല്ല ലോങ് ഹെയറൊക്കെ ആണെങ്കിൽ അടിപൊളിയായിട്ട് മുടി നന്നായിട്ട് കിട്ടും കേട്ടോ. അപ്പം നമ്മളിതുപോലെ ചെയ്തിട്ട് അതിൻ്റെ അടിയിലൊരു റബ്ബർ ബാൻഡ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഒന്ന് ടൈ ചെയ്ത് കൊടുക്കാം. ഒന്ന് ടൈ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ ആ നേരത്തെ കിട്ടിയതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതവിടെ തന്നെ സെക്യൂർഡായിട്ട് നിന്നു. അതായത് ഇങ്ങനെ ആടിക്കളിക്കുക. അപ്പോഴാണ് ഞാൻ ആ ബാക്കിലത്തെ ഒരു വാല് പോലത്തെ സംഭവം കണ്ടത്. അത് നമ്മൾ അതേപോലെ ഒന്ന് മടക്കിയിട്ട് അകത്തേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ അതവിടെ സെറ്റായി, കണ്ടില്ലേ. അപ്പോൾ എത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പോണി ബണ്ണ് കണ്ടില്ലേ. അപ്പോൾ അത് കുറച്ചൊക്കെ ഉള്ളതൊക്കെ അതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ എനിക്ക് എന്തായാലും ഇത് ഇഷ്ടമായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കേ. പിന്നെ വീഡിയോ കാണുന്നവരാരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ കണ്ടൻറ്റൊക്കെ മാറ്റിയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒന്ന് ഫോളോ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ മുന്നിലത്തെ വീഡിയോയും എല്ലാം കാണാൻ ശ്രമിക്കണം, മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ. ഈ ബണ്ണ് കിട്ടിയത് നല്ല ഭംഗിയില്ലേ, എനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ കുറച്ച് നേരം ഇതുപോലെ കുറച്ച് കുൽസിതങ്ങളൊക്കെ കാണിച്ചു. കുറച്ച് ബേബി ഹെയറൊക്കെ ഫ്രണ്ടിലേക്ക് എടുത്തിട്ടിട്ട് എന്തായാലും എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമായി. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യടോ. ആരും കമൻറ്റ് ചെയ്യണില്ല, ലൈക്ക് ചെയ്യണില്ല, ഷെയർ ചെയ്യണില്ല. ഷെയർ ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്ന് ചെയ്തോടെ. അപ്പോൾ ടാറ്റാ, ബൈ ബൈ. ഇന്നത്തെ വീഡിയോയുള്ള അടുത്ത വീഡിയോ ആയിട്ട് വേണ്ട. ബൈ.